ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇഫ് യു ആർ ന്യൂ, വെൽക്കം. അപ്പോൾ നമ്മളിന്നൊരു മലയാളം റിഡിൽ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം മൈൻഡ് യുവർ ലോജിക് മലയാളം എന്ന ചാനലിൽ നിന്നുള്ള ഒരു റിഡിലാണിത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടത് ഇത് ഭയങ്കര ടഫാണ്, നമുക്കൊരു 150 ഐക്യെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എനിക്ക് ഓൾറെഡി 270 ഐക്യു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആരാണ് കൊലയാളി? 10 ഹാർഡ് ഡിറ്റക്റ്റീവ് കടങ്കഥകൾ. ആലിയ ഒരു മ്യൂസിയത്തിലേക്ക് പോകുന്നു. അവിടെയെല്ലാം പഴയ ആർട്ടിഫാക്ട്സ് ആണ്. ആലിയ എല്ലാത്തിനെയും നിരീക്ഷിക്കുന്നു. വാവ്, ഇവയൊക്കെ എത്ര ഭംഗിയുള്ളതാ! വളരെ പഴക്കമുള്ളതാണെന്നും തോന്നുന്നു. ആലിയ പുരാവസ്തുക്കൾ കണ്ടതിന് ശേഷം മുന്നോട്ടേക്ക് നീങ്ങുന്നു. തുടർന്ന് അവൾ അവിടെ നിന്ന് പുരാവസ്തുക്കൾ ശ്രദ്ധാപൂർവം നോക്കുവാനും തുടങ്ങുന്നു. പുരാവസ്തുക്കളിൽ കുഴപ്പം കണ്ടെത്തും. നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ ആലിയക്ക് ഏത് ആർട്ടിഫാക്ട്സിലാണ് പ്രോബ്ലം ഉണ്ടായതെന്ന് തോന്നിയത്? അതന്നെ, ആകെ അതേ നോക്കുന്നുള്ളൂ. ആ പ്രൈസ് ടാഗ് ഉള്ളത് ആകെ കണ്ടോ, അതിലേക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഏതാന്ന് ചോദിക്കുന്നതിൽ എന്താ ലോജിക്കുള്ളത്? നേരെ വന്നിട്ട് നോക്കുന്നത് ആ ഒറ്റ ഒന്നിൽ മാത്രം, എന്നിട്ട് ചോദിക്കുന്നത് ഏതിലാണ് നോക്കിയത്. കുറച്ച് ലോജിക്കൊക്കെ ആവട്ടോ. മൈൻഡ് യുവർ ലോജിക് മലയാളം. ആർട്ടിഫാക്ട്സ് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആ പ്രൈസ് ടാഗ് ഉള്ള ആർട്ടിഫാക്ട്സ് പറഞ്ഞില്ലേ, ആ ഒറ്റ ആകെ നോക്കിയിട്ടുള്ളൂ. പ്രൈസ് ടാഗ് എങ്ങനെയാണ് ഇടുന്നത്? അതിനർത്ഥം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നല്ലേ? മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ വച്ചതാണ്. ആലിയ ചിരിക്കുന്നു, എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ആദി തന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകുന്നു. ഇതെന്താ കറണ്ട് ഇപ്പോ പോയത്? റൂമിന്റെ ഡോർ ഓപ്പൺ ആകുന്നു. മുറി മുഴുവനും ഗ്യാസ് പടരുന്നു. ആദി മയങ്ങിപ്പോകുന്നു. ആദി കണ്ണുകൾ തുറക്കുന്നു. മുറിയിൽ കിടക്കുകയാണ്. ആദിയുടെ അടുത്ത് പേപ്പർ വെച്ചിരുന്നു. കുറച്ച് നമ്പേഴ്സ് എഴുതിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ അവന് മനസ്സിലായി. ഒരുപക്ഷെ അതിലൂടെ മുന്നിലെ വാതിൽ തുറക്കും. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്താണ് വരിക എന്ന്? പറഞ്ഞുതരാം. 6 1 7 2 9 9 ആൻസർ. ബാക്കിയുള്ളൊക്കെ അവർ നമ്മളെ വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ്. അവർ വിചാരിക്കും നമ്മൾ വേറെയിലേക്ക് പറയുന്നു, പക്ഷെ 9 ആൻസർ. ഫസ്റ്റ് നമ്പർ ഇൻടു തേർഡ് നമ്പർ പ്ലസ് മിഡിൽ നമ്പർ ആണ് ആൻസർ. അതുപോലെ എന്താടാ ഒരുമാതിരി ചോദ്യം. പോവാം. സയന്റിസ്റ്റ് നടത്തുകയാണ്. ഈ എക്സ്പെരിമെന്റ് വിജയിക്കുകയാണെങ്കിൽ എത്ര പേർക്കാണ് പ്രയോജനം കിട്ടാൻ പോകുന്നത്? എന്തോ ആവശ്യത്തിനായി സയന്റിസ്റ്റ് മാർക്കറ്റിലേക്ക് പോകുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു സെക്കൻഡിൽ പോയി വന്ന് അയാൾ കണ്ടെത്തുന്നു. അതിൽ റിസർച്ചിന്റെ ബക്കറ്റും മോപ്പും. അപ്പോൾ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ലാബിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫുകളെ വിളിച്ച് അന്വേഷിക്കുന്നു. അജയ് പറയുന്നു, സർ, ഞാനൊന്നും കണ്ടില്ല, ഞാൻ എന്റെ ക്യാബിനിലായിരുന്നു. രോഹൻ ക്ലീൻ ബോയ് പറയുന്നു, ഞാൻ ക്ലീൻ ചെയ്യുകയായിരുന്നു, എന്നാൽ ഇതുവരെ ഞാൻ ലാബിൽ പോയിട്ടേ ഇല്ല. പിന്നീട് പ്രിയ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, ഞാൻ ക്ലീനിങ് ബോയ് നോണ പറയാണ്. അവിടെ നമ്മൾ ബക്കറ്റ് മോപ്പ് കണ്ടാണ് അവൻ എന്തായാലും ലാബിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവൻ തന്നെ നോട്ട് എടുത്തത് ലാബിലേക്ക് ഉറപ്പാ. ഇനിയിപ്പം നോക്കാനില്ല. പറയുവാൻ പറ്റുമോ ആരാണ് മോഷണം നടത്തിയതെന്ന്? നല്ലതുപോലെ ചിന്തിക്കണം. സയന്റിസ്റ്റ് നോക്കിയപ്പോൾ അയാൾ ലാബിൽ നിന്ന് പോയപ്പോൾ അവിടെ മോപ്പില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു മോപ്പ് വെച്ചിരിക്കുന്നു. ലാബിൽ വന്നിരുന്നു. അവൻ പറഞ്ഞത് അവൻ റൂമിൽ വന്നിട്ടേ ഇല്ല എന്നാണ്. അവൻ പറയുന്നത് കള്ളമാണ്. സയന്റിസ്റ്റ് അവനെ പിടികൂടും. വരുണിന്റെ പാർട്ടിയിൽ എല്ലാവരും എൻജോയ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആദ്യം തന്റെ മറ്റുള്ള കൂട്ടുകാരോട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വരുണിന്റെ അടുത്ത് 3 പെൺകുട്ടികൾ വന്ന് അവന് വളയുന്നു. അപ്പോൾ ആദ്യം അവിടെ വന്ന് വരുൺ എങ്ങനെ സാധിക്കുന്നടാ വരണേ? എന്താ ആദ്യം ഇതെങ്ങനെയാ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് ചിന്തിച്ച് പറയുവാൻ പറ്റുമോ ഏത് പെൺകുട്ടിയാണ് വാമ്പയർ എന്ന്? ഞാൻ പറഞ്ഞുതരാം. ഈ കുട്ടിയല്ല, ഈ നടുവത്തെ റോസാണോ എനിക്കൊരു സംശയമുണ്ട്. ഡ്രസ്സ് ഉണ്ടല്ലോ, ഒരു പഴയ മോഡലാണ്. പണ്ട് കാലത്തെ വാമ്പയർ ആയിരിക്കുമോ? വാമ്പയറിനൊക്കെ കുറേ വയസ്സ് വരെ ജീവിക്കാമല്ലോ. അതാണ് തോന്നുന്നു. വെയിറ്റ് ഈ ഫസ്റ്റത്തെ കുട്ടി, അതിൻ്റെ താഴെ റൗണ്ടില്ല, മറ്റേ ഷാഡോ ഇല്ല. അപ്പം ഈ ഫസ്റ്റത്തെ കുട്ടി തന്നെ, അതാണ് വാമ്പയർ. അതിന് ഷാഡോ ഇല്ല. ആദ്യം നോക്കിയപ്പോൾ 2 പെൺകുട്ടികളുടെ നിഴൽ കാണുന്നു. എന്നാൽ ഒരു പെൺകുട്ടിയുടെ നിഴൽ കാണുന്നില്ല. എന്ന് വെച്ചാൽ അവൾ ഒരു വാമ്പയർ ആണ്. എല്ലാവരും വീണ്ടും പാർട്ടി ആസ്വദിക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ പോലീസിന്റെ കോൾ വരുന്നു. അയാൾ ആദിയോട് പറയുന്നു ഒരു കുറ്റവാളി ജയിൽ തകർത്ത് രക്ഷപ്പെട്ടുവെന്ന്. ഈ സമയം അവൻ പോലീസിനെ ആദ്യം സഹായിക്കണം. എന്താ നിങ്ങൾക്ക് പാർട്ടിയിലെ എല്ലാ ആൾക്കാരെയും നോക്കി പറയുന്നു ആരാണ് ആ ക്രിമിനൽ എന്ന്?
ഇതാ ഈതടാ ഈ ചങ്ങ ഇവിടെ ജയിലിൽ നിന്ന് അടിയ ഡ്രസ്സ് അതേപോലെ ഇട്ട് ഒരു മേലൊരു കോട്ട് മാത്രം ഇട്ട് വന്നിരിക്കുക. എന്താ പറയുക, ആ പാൻറ്റെങ്കിലും മാറ്റിക്കൂടെ, ആ പാൻറ്റെങ്കിലും മാറ്റിക്കൂടെ. ആദി എല്ലാ ഗസ്റ്റിനെയും നല്ലവണ്ണം നോക്കുന്നു. ഈ പയ്യനെ ശ്രദ്ധിച്ചു നോക്കൂ, ജയിൽ വസ്ത്രങ്ങൾ ഉള്ളിൽ കാണാം. അതിനു മുകളിൽ അയാൾ ഒരു ജാക്കറ്റ് ധരിച്ചിരിക്കുന്നു. ആദി അത് മനസ്സിലാക്കി അവനെ പിടികൂടുന്നു. ആദിയുടെ ബുദ്ധിസാമർഥ്യത്തിന് ഒരു ലൈക്ക് തീർച്ചയായും കിട്ടണം കേട്ടോ. വരൂ നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. മെഹുലിന് ഒരു സയന്റിസ്റ്റിനെ മെഹുലിനെ തന്റെ ലാബിലേക്ക് വിളിക്കുന്നു. മെഹുൽ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ശാസ്ത്രജ്ഞനായ റോബിൻ മെഹുലിനെ തന്റെ ലാബിലേക്ക് കൊണ്ടുപോകുന്നു. താങ്കൾ എന്തിനാ ഇത്ര അർജന്റായി എന്നെ വിളിപ്പിച്ചത്? ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇത്രയും ഗൈസ് ആ സാധനം എന്ത് കണ്ടുപിടുത്തമായിരിക്കും? നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. കൊണ്ട് റോബിൻ മെഹുലിനെ തന്റെ ലാബിലേക്ക് ശരി, ഒരു ചോക്ലേറ്റ് കേക്ക് കാണിക്കാനാണ് ഒരു ഡിറ്റക്റ്റീവിനെ വിളിച്ചു വരുത്തിയത്. ഇതൊക്കെ വട്ടുണ്ടോ? കുറേ സയന്റിസ്റ്റ് ആവുമല്ലോ. ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈലി വിലയിലൂടെ നീ തരുന്നത്, മൈലി വില. പോകുന്നു. റോബിന്റെ ടേബിളിൽ ആരോ സർപ്രൈസ് കേക്ക് വെച്ചിരുന്നു. സർപ്രൈസ് കേക്ക് തോന്നുന്നു, അതുകൊണ്ട് അയാൾ താങ്കൾക്ക് വേണ്ടി കേക്ക് വെച്ചത്. ആരാണ് അത് വെച്ചതെന്ന് റോബിന് അറിയണമായിരുന്നു. അയാൾ ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരെയും അവിടെ കേക്കിനെ കുറിച്ച് താങ്കളുടെ ലാബിൽ താങ്കളുടെ വന്നിട്ടേയില്ല. ലാബ് അസിസ്റ്റന്റ് പറയുന്നു. ആ പെണ്ണിന്റെ ചെവിയിൽ മറ്റേ ഇതില്ല, മറ്റേ റിങ്. മെഹുൽ 3 പേര് കമ്മലില്ല. നല്ലതുപോലെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു ആരാണ് കള്ളം പറയുന്നതെന്ന്. അതാ കമ്മലവിടെ കേക്കിന്റെ അടുത്ത് കിടക്കുന്നത്. ഇത്രയ്ക്ക് ശ്രദ്ധ ഇല്ലാണ്ടാണ് ഓരോ ആൾക്കാർ സർപ്രൈസ് വെക്കുന്നത്. മെഹുൽ ടേബിളിലേക്ക് നോക്കിയപ്പോൾ അയാൾ അവിടെ ഒരു ലോജിക്കൽ ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇത്രയും വലുതാക്കി റിങ് കാണിച്ചു എന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കേക്ക് അവളാണ് വെച്ചത്. അവൾ തന്റെ സർപ്രൈസ് ആയി തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കേക്ക് കഴിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു, മെഹുൽ, ഞാനൊരു ടൈം മെഷീൻ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരീക്ഷിക്കുവാൻ കഴിയുന്ന ഒരാളെ മെഹുൽ ഇപ്പോൾ വിചാരിക്കുന്ന ടൈം മെഷീൻ ഉണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ മുന്നേ വെച്ചിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതായിരിക്കും വിചാരിക്കുന്നത്. ഓരോരോ ചോദ്യങ്ങൾ. ആവശ്യമായിരുന്നു. ശരി, ഞാൻ താങ്കളെ സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞ സയന്റിസ്റ്റ്, ശരി ഞാൻ താങ്കളെ സഹായിക്കാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ? നേരത്തെ ആ വാമ്പയറിനെ കിട്ടി അതിനെടുത്ത് ടെസ്റ്റ് ചെയ്യായിരുന്നു. റോബിൻ ടൈം മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. കുറച്ചു മുൻപ് വരെ ഇത് ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് എന്താണ് സ്റ്റാർട്ട് ആകാത്തത്? നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ആവാതെ. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് എടാ വയറെടുത്ത് കുത്തടോ. പ്ലഗില് വയറൊന്നും കണക്ട് ആയിട്ടില്ല, അതാ കട്ട് ചെയ്ത് കിടക്കുക അതൊന്നും കണ്ടിട്ട്. മെഹുൽ അത് തന്നെ നമുക്കറിയാം. അത് മുറിഞ്ഞിരിക്കുന്നതായി കാണുന്നു. മെഹുൽ സയന്റിസ്റ്റിന് വേറെ പണി ശരി പ്രവർത്തിക്കുവാനും തുടങ്ങുന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പാരലൽ യൂണിവേഴ്സിലേക്ക് നിന്നെ അയക്കാൻ. ഏത് യൂണിവേഴ്സ് ആയിരിക്കും? 5 മിനിറ്റ് കഴിഞ്ഞ് ടൈം ഓവർ ആകുമ്പോൾ നീ തിരിച്ച് പ്രസന്റിലേക്ക് വരും. ശരി, ഞാൻ റെഡിയാണ്. സയന്റിസ്റ്റ് മെഹുലിന് ഒരു സ്മാർട്ട് ക്യാമറ നൽകി. സ്മാർട്ട് ക്യാമറ അവിടെ എന്ത് ഒരു ഫോൺ എടുത്ത് കൊടുത്താൽ പോരെ? ക്യാപ്ചർ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ സയന്റിസ്റ്റ് മെഹുലിനെ ടൈം മെഷീനിൽ ഇരുത്തുന്നു. മെഹുൽ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മെഹുൽ പെട്ടെന്ന് തന്റെ ധാരാളം സമയത്തിനുള്ളിൽ തന്നെ തിരിച്ച് ലാബിലേക്കും എത്തിച്ചേരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പാരലൽ യൂണിവേഴ്സ്? പാരലൽ യൂണിവേഴ്സിൽ എത്തിച്ചേർന്നു. കഴുത്തില് വാച്ച്, കാലില് തൊപ്പി. അവൻ പറയുന്നത് സത്യമാണ്. പാരലൽ യൂണിവേഴ്സ് ഒന്നല്ല, അതേതോ ഭ്രാന്താശുപത്രി. പാരലൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് കുതിരവട്ടത്ത് എത്തിച്ചിട്ടേ സയന്റിസ്റ്റ് അല്ല പണിയാ കൊടുക്കുന്നത്. അതിലുള്ള ആളുകൾ കഴുത്തിൽ വാച്ച് ധരിച്ചിരിക്കുന്നു, കാലിൽ തൊപ്പിയും ധരിച്ചിരിക്കുന്നു. ഇതൊരു വിചിത്രമായ ലോകത്താണ്. ഇതൊരു പാരലൽ യൂണിവേഴ്സിറ്റി. അടുത്ത റീഡിലേക്ക് പോവാം. ഗോസ്റ്റ് ഹണ്ടർ ഒരു പാർട്ടിക്ക് വെച്ച് അവനൊരു കോൾ വരുന്നു. ഗോസ്റ്റിനെ കണ്ടുവന്ന് പാർട്ടി വിത്ത് ദ ഗോസ്റ്റ്. യഷ് പാർട്ടിക്കുള്ളിലേക്ക് പോകുന്നു. അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നു. അവളോട് 3 ആൺകുട്ടികളും ഡാൻസ് കളിക്കാമോ എന്ന് ചോദിക്കുന്നു. ഡാൻസ് ചെയ്യുമോ? നിങ്ങൾ എന്നെ പോലെയുള്ള ഹാൻസം പയ്യനോടൊപ്പമാണ് ഡാൻസ് ചെയ്യേണ്ടത്. സാഗർ, ഞാൻ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഡാൻസ് പാർട്ട്ണറാണ്. പെൺകുട്ടി അവരോടൊപ്പം ഡാൻസ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നു. ലോജിക്കൽ ആർമി, യഷ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് റോമിന്റെ പല്ല് കണ്ടാൽ തന്നെ അറിയാം.
അവിടെ സാഗറിന്റെ കാല് ഇവനേതോ ഭൂതോ എന്തോ സാധനമാണ് തോന്നുന്നു, കാല് കണ്ടില്ലേ? യശ് 3 പേരെയും ശ്രദ്ധയോടെ അവൻ നോക്കുന്നു. സാഗറിന്റെ അവന്റെ കൈ കാലുകളിലേക്ക് നോക്കൂ. അതൊരു പ്രേതത്തിന്റെ കൈ, നഖം കണ്ടില്ലേ? അവന്റെ കയ്യിലെ 3 ആളും പ്രേത എത്ര കൈസ്. വലുതാണ്? ഇതിന് ഗോസ്റ്റ് അവൻ ഹണ്ടറിന്റെ ആവശ്യമൊന്നുമില്ല, വിശാലമായിരിക്കാം. ഞാൻ തന്നെ അവന്റെ കണ്ടുപിടിച്ചില്ലേ. പല്ലുകൾ നോക്കൂ. എത്ര വലിയ ഇതൊക്കെയാണ് കൂർത്ത ലോജിക് പല്ലുകളാണ്. ആർമിക്ക്, അതിൽ രക്തവും പുരണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിനർത്ഥം ലോജിക് ഇവർ ക്വസ്റ്റ്യൻസ്. 3 പേരും സാധാരണ മനുഷ്യരല്ല എന്നാണ്. യഷ് തന്റെ തോക്കെടുത്ത് 3 പേരെയും പിടികൂടുന്നു. ശ്ശെ, എന്റെ മോനെ. ഒറ്റ പിടിക്ക് 3 പ്രേതത്തിനെ ഇല്ലാണ്ടാക്കി. പോകുന്നു. അവിടെ എല്ലാ കൂട്ടുകാരും നിന്ന് കിവി സംസാരിക്കുന്നു. ജ്യൂസ്, പാർട്ടി വളരെ സംതിങ് നല്ലതാണ്. സസ്പീഷ്യസ്. പക്ഷേ ഇവരിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരായിരിക്കും? ആദി അപ്പോൾ ചിന്തിക്കുന്നു. എന്താ നിങ്ങൾക്ക് ആദിയുടെ കൂട്ടുകാരെ ഒരു സിമ്പിൾ, തവണ നോക്കിയിട്ട് ഞാൻ പറയാൻ പറഞ്ഞില്ല അതാ ഇതിൽ റിച്ച്. ഏറ്റവും ധനികൻ ആരാണെന്ന്? ഞാൻ പറഞ്ഞത് ഇതിൽ ആരാ റിച്ച് എന്ന്. കാരണം എനിക്ക് റിച്ച് ആയിട്ടുള്ളവരുടെ മെൻറ്റാലിറ്റി നല്ലോണം അറിയാം. അവരെപ്പോഴും മിനിമലായിട്ടായിരിക്കും ഡ്രസ്സ് ഇടുക, ഫ്ലാഷ് ആയിട്ടൊന്നും കാണിക്കില്ല, ആഡംബരമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അഖിൽ കണ്ടില്ല ഐഫോണൊക്കെ പിടിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുക, അങ്ങനെ അവരൊന്നും കാണിക്കില്ല. പിന്നെ ഹർഷ ഉണ്ടല്ലേ, കാറിൻ്റെ കീ കാണിച്ചു നിൽക്കുക, ചില പോൻ്റെ പോലും ആയിരിക്കില്ല. അപ്പോൾ റോബിൻ തന്നെ റിച്ച്, കാരണം മിനിമൽ സ്യൂട്ട്, വേറെ ഒന്നും കാണിക്കുന്നുമില്ല, അടിപൊളിയാണ്. ആദി എല്ലാവരെയും ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കുന്നു. അഖിലിന്റെ കയ്യിലുള്ള ഫോൺ ഹർഷിന്റേതാണ്. അതിൽ എച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. റോബിൻ ചിലപ്പോൾ ഗേൾ ഫ്രണ്ടിന്റെ ഇനീഷ്യൽ ആണെങ്കിലോ? ഒന്നിൽ നൈക്കിന്റെ സിമ്പിൾ ആണെങ്കിൽ മറ്റേതിൽ റീബോക്കിന്റെ. നോ നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഹർഷിന് സ്വന്തമായി കാറുണ്ട്, പിന്നെ ഐഫോൺ ഉണ്ട്. ഇവനായിരിക്കും ഏറ്റവും വലിയ പണക്കാരൻ. രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിയിട്ട് എന്നോട് പറയൂ, ആരാണ്? ഹർഷയിലെ കൂട്ടുകാരൻ്റെ ആരെങ്കിലും കാറിന്റെ താക്കോല് വാങ്ങി വെച്ചിരിക്കും. ഇല്ല, റോബിൻ ചിലപ്പോൾ കുറേ ഷൂളുകൊണ്ട് മാറിപ്പോയതായിരിക്കും ഇട്ട പേര്. റോബിൻ തന്നെ റിച്ച്, വേറെ ഒന്നും പറയാല്ല, റോബിനാണ് റിച്ചില്ല. ഇതാ ഈ ക്വസ്റ്റ്യൻ്റെ തമ്മിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് തന്നെ. അപ്പോൾ നോക്കി നോക്കാം, ഇതിലിതാ ഫസ്റ്റ് ബാത്ത് ടബിൽ ഒരുത്തം കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് കാർപ്പറ്റിൻ്റെ ഉള്ളിലും. ഇതെന്താണോ ചോദ്യം നോക്കട്ടെ. ആരാണ് കൊലയാളിയെന്ന്? ആദ്യത്തേതിൽ കുമിളകൾ പുറത്തേക്ക് വരുന്നു, ആരാ കൊലയാളി? എന്നർത്ഥം. രണ്ടാമത്തേതിൽ കാലുകൾ അനങ്ങുന്നുണ്ട്. Wait. രണ്ടുപേരുമല്ല, കൂടുതൽ റിസൾട്ട്സിനായി വീഡിയോ കഴിഞ്ഞു. ഷിറ്റ്, ഇത് ചോദ്യം പോലും അല്ല. എന്താടാ, ഇതാണ് ലോജിക്ക്? ഈ സാധനം കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്ത് തന്നെ. അപ്പോൾ ലോജിക്കും ഇല്ല, ക്വസ്റ്റ്യനും ഇല്ല, ഒന്നുമില്ല. മൈൻഡ് യുവർ ലോജിക് മലയാളം അടുത്ത വട്ടെങ്കിലും കുറച്ച് ലോജിക്കുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു. ഇത് ഏത് LKG കുട്ടിക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന റെഡിലായിപ്പോയി. ഞാനൊക്കെ ഇത് നിമിഷ നേരം കൊണ്ടല്ലേ ടിക്ക് എന്ന് കണ്ടുപിടിച്ചേ. എനിക്കൊക്കെ ഒരു 250-300 ആക്കിയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പോരാ. ഞാനിപ്പോൾ ഇതിലെല്ലാ റെഡിലും ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ സോൾവ് ചെയ്തിരിക്കും. ഇത് അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടും ടഫായിട്ടുള്ളൊരു റിഡിലുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ, സബ്സ്ക്രൈബ്.